ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അഖിൽ. നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് അഗ്ലോമാറ്റിക്. നമ്മളിന്ന് അഗ്ലോമാറ്റിക്കിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു റോബോട്ടിക്സ് പ്രൊജക്റ്റുമായിട്ടാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണ പ്രൊജക്റ്റ്. ഇതൊരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ തുടക്കത്തിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കൈ കാണിക്കുന്നു, അപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് സാനിറ്റൈസർ നമ്മുടെ കയ്യിൽ ഡിസ്പെൻസ് ആവുന്നു. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. നമ്മളിതിൽ അർഡിനോ യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യും, അതിന്റെ കണക്ഷൻ എല്ലാം നമ്മളിതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്ര ഈസി സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. എന്നാൽ നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള എല്ലാ കമ്പോണൻസും. ആദ്യമായിട്ട് ഇതാണ് ഒരു അർഡിനോ ബോർഡ്. ഈ അർഡിനോ ബോർഡാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കമ്പോണൻസിനെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു അർഡിനോ ബോർഡ് വെച്ചിട്ടാണ്. ആ ഓരോ കമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും ഇതേ അർഡിനോ ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. അതേപോലെ ഇതാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന സെൻസർ. ഇത് ഒരു അൾട്രാസോണിക് സെൻസറാണ്. ഈ ഒരു സെൻസർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തു ഈ ഒരു സെൻസറിൻ്റെ അടുത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസിലായിട്ടാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു അൾട്രാസോണിക് സെൻസർ യൂസ് ചെയ്യുന്നത്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പമ്പാണ്. ഈ ഒരു പമ്പ് ഡയറക്റ്റ് നമ്മുടെ അർഡിനോയിൽ കണക്ട് ചെയ്താൽ വർക്കാവില്ല. അതിനായിട്ട് ഞാനിവിടെ ഒരു സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ഒക്കെ വെച്ചിട്ടൊരു സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. സോ ആദ്യം നിങ്ങൾ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഡയഗ്രാം ഞാനിപ്പോൾ ഫുൾ സ്ക്രീനായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നാൽ ഈ ഒരു ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ ഡയഗ്രത്തിലേക്ക് വരാം. ഈ ഒരു കാണുന്ന ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ പമ്പില്ലേ, പമ്പിൽ കൊടുത്തേക്കുന്ന അതേ ഒരു സർക്യൂട്ടിനെ വരച്ചേക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ കാണുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് BC547 NPN ട്രാൻസിസ്റ്റർ. അതേ ട്രാൻസിസ്റ്ററാണ് ഈ ഇരിക്കുന്ന ട്രാൻസിസ്റ്ററും. ഈ ഒരു ട്രാൻസിസ്റ്ററിന് 3 പിന്നാണ് വരിക. ഒരു കളക്ടർ, ഒരു ബേസ്, ഒരു എമിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ സംശയം തോന്നും, എങ്ങനെ ഈ ഒരു കളക്ടർ എമിറ്റർ തിരിച്ചറിയുന്നത്. നമ്മളൊരു ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിന് 2 വശങ്ങളുണ്ടാവും. ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ടാവും, ഒരു റൗണ്ടഡ് സർഫസും ഉണ്ടാവും. ഫ്ലാറ്റ് സർഫസ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതായിരിക്കും എമിറ്റർ, നടുക്കുന്നതായിരിക്കും ബേസ്, ലെഫ്റ്റിലിരിക്കുന്നതായിരിക്കും കളക്ടർ. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എന്ന് നോക്കിയാലോ. നമുക്ക് ഈ ഒരു ബേസിലേക്ക് ഒരു 220 Ohm റെസിസ്റ്റർ കണക്ട് ചെയ്യണം. എന്നിട്ട് ആ റെസിസ്റ്ററിനെ നമ്മൾ അർഡിനോടെ 4th പിന്നിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു BC547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പിന്ന് അർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ഈ കളക്ടർ പിന്നുണ്ടല്ലോ ട്രാൻസിസ്റ്ററിൻ്റെ, അതെടുത്ത് മോട്ടറിൽ നിന്ന് വരുന്ന നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ മോട്ടർ എന്താ ചെയ്യേണ്ടത്, മോട്ടറിൻ്റെ പോസിറ്റീവ് പിന്നെടുത്ത് അർഡിനോയുടെ 5 volt VCCയിൽ കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അൾട്രാസോണിക് സെൻസർ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ അൾട്രാസോണിക് സെൻസർ. അൾട്രാസോണിക് സെൻസറിൽ നമ്മൾ നോക്കുമ്പോൾ 4 പിന്നാവും വരിക. ഈ ഒരു 4 പിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5 volt VCC കാണും, ഒരു ട്രിഗർ പിൻ കാണും, ഒരു എക്കോ പിൻ കാണും, ഒരു ഗ്രൗണ്ടും കാണും. ഈ ഗ്രൗണ്ടും VCC നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അർഡിനോയിലേക്ക് കൊടുക്കുക. ഈ ഒരു 3-2 അതായത് ട്രിഗർ അല്ലെങ്കിൽ എക്കോ പിൻ, ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഒക്കെ അറിയാനായിട്ടുള്ള 2 പിൻസാണ് ട്രിഗർ പിന്നും എക്കോ പിന്നും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ഒരു ജമ്പർ വയറാണ്. ഞാൻ 4 ജമ്പർ വയർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണക്ഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ അൾട്രാസോണിക് സെൻസർ നമ്മൾ വയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അൾട്രാസോണിക് സെൻസർ എങ്ങനെ വർക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോക്കുവാണെങ്കിൽ അൾട്രാസോണിക് സെൻസറിൽ 2 പാർട്ട് കാണാം. കണ്ണ് മാതിരിയുള്ള 2 പാർട്ടുകൾ നമുക്ക് കാണാം. ഒന്ന് ട്രാൻസ്മിറ്ററും ഒന്ന് റിസീവറുമാണ്. ഈ ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അർഡിനോയിലേക്ക് കൊടുക്കുന്ന പൾസസിനനുസരിച്ച് വേവ്സ് ജനറേറ്റ് ചെയ്യും. അൾട്രാസോണിക് വേവ്സ് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സെൻഡ് ചെയ്യുന്ന വേവ് ഏതെങ്കിലും ഒബ്ജക്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. ഇത് തിരിച്ചു വരുന്നുണ്ടോ എന്നറിയാനായിട്ട് ആണ് നമ്മളിവിടെ ഈ ഒരു റിസീവർ എന്ന് പറയുന്ന ഒരു പാർട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇവിടുന്ന് വേവ്സ് ട്രാൻസ്മിറ്റർ വഴി വേവ്സ് പാസ് ചെയ്യുന്നു. വേവ്സ് എവിടെയെങ്കിലും തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് റിസീവർ നോക്കിയിരിക്കും. എന്നിട്ട് റിസീവ് ചെയ്യുന്ന ടൈം നോട്ട് ചെയ്യും. അത് വെച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇത് ചെയ്യാറ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അർഡിനോ ബോർഡിലേക്കാണ്. നമ്മൾ അർഡിനോ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഒരു പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഡിനോ പവറപ്പ് ചെയ്യാനും അതേപോലെ തന്നെ അർഡിനോയിലേക്ക് കോഡ് ബേൺ ചെയ്യാനും. അതേപോലെ ഈ ഒരു പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ അർഡിനോ ബോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിൻസ് കാണാൻ പറ്റും. ഈ ഓരോ പിൻസും ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കണക്ട് ചെയ്യാനും അതിനുള്ള പവർ കൊടുക്കാനായിട്ടുള്ള 5 വോൾട്ടും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് അർഡിനോ ബോർഡിനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ പറയുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വയർ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ വയർ ചെയ്യുക. നമ്മൾ അൾട്രാസോണിക് സെൻസറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രിഗർ പിന്നും എക്കോ പിന്നും ഏതൊക്കെ പിന്നിലാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ട്രിഗർ പിൻ വന്നിട്ട് 3rd പിന്നിലും അതേപോലെ എക്കോ പിൻ വന്ന് 2nd പിന്നിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്കെന്നാൽ അത് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ അൾട്രാസോണിക് സെൻസർ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പമ്പാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൽ നിന്ന് വരുന്ന ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്ന പിന്ന് അർഡിനോയിലെ 4th പിന്നിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്ന് നമ്മൾ അർഡിനോയിലെ 4 എഴുതിയിരിക്കുന്ന പിന്നിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പിന്ന് നമുക്ക് നേരെ നമ്മുടെ അർഡിനോയിലെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, അതായത് ഗ്രൗണ്ടിലേക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് വരെ നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവ് നമുക്ക് 5 വോൾട്ടിലേക്കാണ് കണക്ട് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഡിനോ ബോർഡ് ലാപ്ടോപ്പായിട്ടോ കമ്പ്യൂട്ടറായിട്ടോ കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കേബിളാണ് യൂസ് ചെയ്യുക. ഒരു സൈഡ് USB-യും ഒരു സൈഡ് നമ്മുടെ പഴയ പ്രിൻ്ററിലൊക്കെ വരുന്ന മോഡലുള്ളൊരു കേബിളാണ് യൂസ് ചെയ്യുക. ഇത് നമ്മൾ സാധാരണ അർഡിനോ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ കിട്ടുന്നതാണ്. ബട്ട് ഞാൻ ഈ ഒരു അർഡിനോ മേടിയ സമയത്ത് എനിക്ക് എൻ്റെ കൂടെ കിട്ടിയിരുന്നില്ല. അത് നിങ്ങൾ അർഡിനോ മേടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കൂടെ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ USB പാർട്ട് നമ്മുടെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക ലാപ്പിൻ്റെ. സോ ഞാൻ കണക്ട് ചെയ്തപ്പോൾ തന്നെ അർഡിനോ പവറപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് എഴുതിയിട്ട് കോഡ് ഇതിലേക്ക് ബേൺ ചെയ്യണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് അർഡിനോ IDE എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇതിലാണ് നമ്മൾ കോഡ് എഴുതുന്നതും കോഡ് അർഡിനോയിലേക്ക് ബേൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു കോഡ് ഞാനൊരു ഗിറ്റ്ഹബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, ഈ കോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സെയിം കോഡ് തന്നെയാണ് അതും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അർഡിനോ നമ്മുടെ ലാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം, ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ ബോർഡ് അർഡിനോ, അത് നമ്മുടെ അർഡിനോ യൂനോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പോൾ അർഡിനോ യൂനോ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ എനിക്കിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അർഡിനോ നാനോ. അപ്പോഴത്തേക്ക് ഞാൻ അർഡിനോ യൂനോയിലേക്ക് മാറ്റി. നിങ്ങൾ ഏത് ബോർഡാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ടൂൾസിൽ പോയിട്ട് പോർട്ട് സെലക്ട് ചെയ്തിട്ടോ നോക്കുക. പോർട്ട് എനിക്ക് COM5 ആണ്. ചിലർക്ക് പോർട്ട് കാണിക്കത്തില്ല. അപ്പോഴത്തേക്ക് ജസ്റ്റ് പോർട്ട് മാറ്റി കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ USB കണക്ട് ചെയ്തേക്കുന്ന പോർട്ട് മാറ്റി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കോഡാണ് നോക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഈ ആദ്യത്തെ 3 വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ സെൻസറിൻ്റെയൊക്കെ പിന്ന് ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ. പിന്നെ ഇവിടെ നമ്മൾ ആ ഓരോ പിന്നും ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത്രയും സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ അൾട്രാസോണിക് സെൻസർ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാനായിട്ടുള്ള കോഡാണ് ഈ എഴുതിയേക്കുന്നത്. പിന്നീട് നമ്മളൊരു ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ അൾട്രാസോണിക് സെൻസറിൻ്റെ 10 സെൻറ്റിമീറ്ററിന് ഉള്ളിൽ നമ്മുടെ കൈ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീരിയൽ മോണിറ്ററിൽ ഡിറ്റക്റ്റഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് അതേപോലെ നമ്മുടെ in1 എന്ന് പറയുന്ന പിന്ന്, in1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ പിന്നാണ്. ഓക്കെ, ആ മോട്ടറിൻ്റെ പിന്ന് ഹൈ ആക്കി വെക്കുക. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ പമ്പ് വർക്കാവും. നമ്മളത് എത്ര സമയം വരെ വർക്ക് ആവണമെന്നാണ് താഴെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഡിലേ നമ്മളൊരു 600 മില്ലി സെക്കൻഡ് ഡിലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 600 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എന്താ, പമ്പ് ലോ ആവുക 2000 മില്ലി സെക്കൻഡ് വരെ. നമ്മൾ കൈ കാണിക്കുന്നു, പമ്പ് വർക്കാവുന്നു, സ്റ്റോപ്പ് ആവുന്നു.
പിന്നെ വീണ്ടും അത് ഡിറ്റക്ട് ചെയ്യും കൈ 10 സെൻറ്റിമീറ്ററിനുള്ളിലാണോ എന്ന്. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പമ്പ് വർക്ക് ആവില്ല. ഇൻ വൺ ലോ ആയിട്ട് സെറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ കോഡ്. ഈ ഒരു കോഡ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് കോഡ് ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സ്കെച്ച് കമ്പൈലിംഗ് ആവുന്നുണ്ട്. അപ്പോൾ കമ്പൈലിംഗ് കുഴപ്പമില്ല, ഇതിനകത്ത് എററൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മളിത് അപ്ലോഡ് ചെയ്യുക. ഈ ഒരു ബട്ടൺ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇവിടെ ഓക്കെ അപ്ലോഡിംഗ് എന്ന് കാണിച്ചു, ഡൺ അപ്ലോഡിംഗ് എന്ന് കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആർഡിനോയിലേക്ക് കോഡ് ബേൺ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അതെ നമ്മൾ നമ്മുടെ ആർഡിനോയിലേക്ക് കോഡൊക്കെ ബേൺ ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് വർക്ക് ആവുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് അൾട്രാസോണിക് സെൻസറിൻ്റെ അടുത്തേക്ക് എൻ്റെ കൈ കൊണ്ടുപോവാണ്. അപ്പോൾ പമ്പ് വർക്കാവുന്ന സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈ കൊണ്ട് അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് പമ്പ് വർക്കായി, പിന്നെ സ്റ്റോപ്പായി. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ സർക്യൂട്ട് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നാണ്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ചെയ്തു വെച്ച, ഞാൻ ഫോം ഷീറ്റ് മേടിച്ചിട്ട് ഷേപ്പിന് കട്ട് ചെയ്തുണ്ടാക്കിയ ഒരു ബോഡിയാണ് ഈ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ബോഡി സെറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ബോഡിക്കകത്താണ് നമ്മുടെ സർക്യൂട്ട് ഫുള്ള് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ കോഡ് ചെയ്യാൻ ഉപയോഗിച്ച വയറുണ്ടല്ലോ അതെടുക്കാനായിട്ടാണ്, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഭാഗത്ത് 2 ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അൾട്രാസോണിക് സെൻസർ വയ്ക്കാനായിട്ട്. ഇവിടെ ഞാനൊരു ഹോൾ ഇട്ടേക്കുന്നത് നമ്മുടെ പമ്പിൻ്റെ ഔട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അതിനായി ഞാൻ ആർഡിനോയിൽ നിന്ന് പവർ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ആ പവർ കേബിൾ ഈ താഴെ കാണുന്ന ഹോളിൽ കൂടെ ഞാൻ അകത്തേക്ക് എടുക്കുകയാണ്. ഇനി നമ്മുടെ സർക്യൂട്ട് അതേപോലെ ഞാൻ ഇതിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ അൾട്രാസോണിക് സെൻസർ ഈ വരുന്ന ഹോളിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് കണക്ട് ചെയ്യുകയാണ്. പമ്പ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. സാനിറ്റൈസറിന് പകരമാണ് വെള്ളം വെച്ചേക്കുന്നത്. വെറുതെ സാനിറ്റൈസർ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പമ്പ് നമ്മൾ വെള്ളത്തിലേക്ക് സബ്മർജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടിയേ. നമ്മുടെ ഈ സർക്യൂട്ട് നനയാതെ സൂക്ഷിക്കുക. പമ്പ് ഫുള്ളായിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കണം. അതേപോലെ ഈ ഒരു പാർട്ട് ഔട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഹോളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേബിൾ ആർഡിനോയിലേക്ക് പവർ കൊടുക്കുക. നമ്മൾ ആർഡിനോ പവർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോഡി കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസേഴ്സ് റെഡിയാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസറിന് മുന്നേ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അൾട്രാസോണിക് സെൻസറിൻ്റെ അടുത്തേക്ക് നമ്മുടെ കൈയൊന്ന് കാണിച്ച് നോക്കാം. ഇതേ കറക്റ്റായിട്ട് എനിക്ക് ഡിസ്പെൻസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാനിറ്റൈസർ ഡിസ്പെൻസർ ആർഡിനോ വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന്. എന്ത് എളുപ്പമായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. റോബോട്ടിക്സ് ഇഷ്ടപ്പെടുന്ന, ആർഡിനോ ബോർഡ് ഇഷ്ടപ്പെടുന്ന, ഇതേപോലുള്ള സയൻസ് പ്രൊജക്ട്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിനി ഇതേപോലൊരു അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. സോ ബൈ ദ വേ, ഇറ്റ്സ് മീ അഖിൽ സൈനിങ് ഔട്ട്.